നമ്മുടെ മൊബൈലിൽ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തുകൊണ്ട് നമുക്ക് നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ എന്ന വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കാം. കഴിഞ്ഞ വർഷം സ്കോളർഷിപ്പ് ലഭിച്ചവർക്ക് മാത്രമാണ് ഈ വർഷം റിന്യൂവൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കുക. അല്പം താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ റിന്യൂവൽ ആപ്ലിക്കേഷൻ എന്നൊരു മെനു കാണാം. അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യാം. തുടർന്ന് വരുന്ന വിൻഡോയിൽ ആപ്ലിക്കേഷൻ ഐഡിയും പാസ്വേഡും ക്യാപ്ച കോഡും എൻ്റർ ചെയ്തുകൊണ്ട് ലോഗിൻ ചെയ്യുക. കഴിഞ്ഞ വർഷത്തിൽ നമ്മളുടെ ആപ്ലിക്കേഷന് മുകളിലായിക്കൊണ്ട് ആപ്ലിക്കേഷൻ ഐഡി കാണാവുന്നതാണ്. പാസ്വേഡ് ചേഞ്ച് ആക്കിയിട്ടില്ല എങ്കിൽ ഡെസ്ക്ടോപ്പ് പുറത്തായിരിക്കും പാസ്വേഡായിട്ട് ഉണ്ടായിരിക്കുക. ക്യാപ്ച കോഡ് തെറ്റുകൂടാതെ എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യുക. തുടർന്ന് വരുന്ന വിൻഡോയിൽ 3 കാര്യങ്ങൾ മാത്രമാണ് ആഡ് ചെയ്യാനുള്ളത്. ആധാർ നമ്പർ, തൊട്ട് മുമ്പത്തെ വർഷം ലഭിച്ച മാർക്കിൻ്റെ പെർസെൻറ്റേജ്, അതുപോലെ ഏത് ഡിവിഷനിലാണ് കുട്ടി പഠിക്കുന്നത്. ഈ 3 കാര്യങ്ങൾ മാത്രമാണ് ഇതിനകത്ത് എൻ്റർ ചെയ്യാനുള്ളത്. ഈ 3 കാര്യങ്ങൾ എൻ്റർ ചെയ്തുകൊണ്ട് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഒരിക്കൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ട് സേവ് ആസ് ഡ്രാഫ്റ്റ് എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ആപ്ലിക്കേഷന് വല്ല മാറ്റവും ചെയ്യേണ്ടതുണ്ടോ എന്ന് നമുക്ക് ഒരിക്കൽ കൂടി പരിശോധിക്കാനുള്ള ഓപ്ഷൻ അതിനകത്തുണ്ട്. അങ്ങനെ സേവ് ആസ് ഡ്രാഫ്റ്റ് കൊടുത്ത് നമ്മൾ സേവ് ചെയ്യുമ്പോൾ ഫൈനൽ സബ്മിറ്റിന് വേണ്ടി ഒരു പ്രാവശ്യം കൂടെ ആധാർ നമ്പർ എൻ്റർ ചെയ്യേണ്ടതായിട്ട് വരുന്നതാണ്. നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് കൊണ്ട് തന്നെ 2 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ആപ്ലിക്കേഷൻ പൂർത്തിയായി തൊട്ട് താഴെ കാണുന്ന പ്രിൻ്റ് ഓപ്ഷനിൽ കൊടുത്ത് പ്രിൻ്റ് ഔട്ട് എടുത്ത് നമുക്ക് സ്കൂളിൽ സമർപ്പിക്കാവുന്നതാണ്. ഇനി നമുക്ക് പ്രിൻ്റ് യുവർ ആപ്ലിക്കേഷൻ എന്നൊരു മെനു കിട്ടുന്നതാണ്. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് പ്രിൻ്റ് എടുത്തുകൊണ്ട് സ്കൂളിൽ സബ്മിറ്റ് ചെയ്താൽ സ്കൂൾ വെരിഫിക്കേഷന് വേണ്ടി നമുക്ക് സമർപ്പിക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് തിരുത്താനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതല്ല. കഴിഞ്ഞ വർഷം ലഭിക്കാത്ത ആളുകളാണെങ്കിൽ, വിദ്യാർത്ഥികളാണ് എങ്കിൽ അവർക്ക് നമ്മുടെ ലോഗിൻ ഐഡിയും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്ത് നിലവിലുള്ള ആപ്ലിക്കേഷൻ വിഡ്രോ ചെയ്യുകയും ന്യൂ ആപ്ലിക്കേഷൻ കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ന്യൂ രജിസ്ട്രേഷനിൽ പോയിക്കൊണ്ടാണ് ചെയ്യേണ്ടത്. വിഡ്രോ ചെയ്യാതിരുന്നാൽ നമുക്ക് ന്യൂ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് അത് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതല്ല.